പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ് വാർഷിക പരീക്ഷ, കൊല്ലപ്പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ 3 വാർഷിക പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. ഒരിക്കലും തന്നെ നഷ്ടമാവില്ല. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തുടർന്നും ഇതുപോലത്തെ മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം എന്നുള്ളതാണ്. അതിൽ വരുന്നത് ജുംലത്തുൻ ഇസ്മിയ, ജുംലത്തുൻ ഫിഅലിയ. ഈ 2 ചോദ്യത്തിനിക്ക് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുക്കാനാണ്. അതിൽ ജുംലത്തുൽ ഇസ്മിയയിൽ വരുന്നത്, ഇസ്മിയ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇസ്മ് ഉൾപ്പെടുന്നതാണ്. ഇസ്മിയ ആയ ജുംലയിൽ ഇസ്മുണ്ടാകും. എന്തെങ്കിലും ഒരു നാമം, ഏതിൻ്റെങ്കിലും ഒരു പേര് അതിൽ ഉൾപ്പെടും. അതാണ് ജുംലത്തുൻ ഇസ്മിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഇപ്പം അൽ മദ്രസത്തു, മദ്രസ എന്നുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണല്ലോ. പിന്നെ കബീറത്തുൻ, മദ്രസ വലിയതാണ് എന്നുള്ളത് ഒരു ഇസ്മിയായ ജുംലയാണ്. പിന്നെ അതിൻ്റെ അർത്ഥം വരുന്ന ശൈലിയും മനസ്സിലാക്കി നമുക്ക് ജുംലത്തുൻ ഇസ്മിയ ഫീലിയയെ വേർതിരിക്കാം. അപ്പം മദ്രസത്തു മുബ്തദയാണ്, കബീറത്തുൻ എന്നുള്ളത് ഖബറുമാണ്. ആ മദ്രസ വലിയതാകുന്നു. ക്രിയയാകുമ്പോൾ ചെയ്യും, ചെയ്തു എന്ന ഈ മാലി മുലാരി എന്നുള്ള ആ ഒരു ക്രിയയുടെ സ്വരം ജുംലത്തുൻ ഫീലിയയിൽ ഉണ്ടാവുമല്ലോ, ഇസ്മിയയിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയും നമുക്ക് സംശയമുള്ള ഘട്ടത്തിൽ ഇസ്മിയ ഫീലിയ എന്നുള്ളതിനെ നമുക്ക് ആ ഒരു നിലക്കും വേർതിരിക്കാൻ പറ്റും. പിന്നെ അൽ ബുസ്താനു, പൂന്തോട്ടമാകുന്നത് ജമീലുൻ, ഭംഗിയുള്ളതാകുന്നു. പിന്നെ ആ സൗമു, നോമ്പ്, ജുന്നത്തുൻ, അത് പരിചയാകുന്നു. നോമ്പെന്ന് പറഞ്ഞാൽ പാപങ്ങളെ തൊട്ട് സംരക്ഷണം നൽകുന്നതാണ്. ആ നിലക്ക് പരിചയാകുന്നു. ഇതാണ് ജുംലത്തുൻ ഇസ്മിയ. ഇനി ജുംലത്തുൻ ഫീലിയ നോക്കൂ. കതബത്ത് അൽ ബിന്തു ഫിദ്ദഫ്തരി, എഴുതി. അൽ ബിന്തു, പെൺകുട്ടി. ഫിദ്ദഫ്തരി, നോട്ട് ബുക്കിൽ എഴുതി. ആ ക്രിയ വന്നില്ലേ. കറ അൽ വാലിദു, വാപ്പ വായിച്ചു. റിസാലത്ത, കത്തിനെ വായിച്ചു. ക്രിയല്ലേ. സൈദ, കയറി. അൽ ഖത്തീബു, ഖത്തീബ് കയറി. അലൽ മിമ്പരി, മിമ്പറിൻ്റെ മേലിൽ ഖത്തീബ് കയറി. ഇവിടെ ഖത്തീബും ഇസ്മാണ്, മിമ്പറും ഇസ്മാണ്. പക്ഷേ അവിടെ സൈദ എന്ന ഫീൽ ഉണ്ട്, അവിടെ കയറി എന്നുള്ള ക്രിയ ഉണ്ട്. അതുകൊണ്ട് അത് ജുംലത്തുൻ ഫീലിയയിലാണ് ഉൾപ്പെടുന്നത്. ഇനി നുക്കമ്മിലുൽ ജദ്വല, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഫില്ല് ചെയ്യാനാണ്. ഒന്നാമത്തത് കാന, കാനാ, കാനു. കാനത്ത്, കാനത്ത, കുന്ന. അടുത്തത് ബിഴത്ത, ബിഴത്തുമാ, ബിഴത്തും. ബിഴത്തി, ബിഴത്തുമാ, ബിഴത്തുന്ന. 3 തെക്കൂലൂന, തെക്കൂലീന, തെക്കൂലാനി, തെക്കുൽന, അക്കൂലു, നെക്കൂലു. അത് അവസാന ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4മത്തത് ലം തഖാഫു, ലം തഖാഫി, ലം തഖാഫ, ലം തഖഫ്ന, ലം അഖഫ്, ലം നഖഫ്. അപ്പോൾ ഈ സൊറഫാക്കുന്നത് ഇതിൽ കൊടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മോഡൽ തന്നെ മാറ്റി മറ്റ് ക്രിയകൾ കൊടുത്തിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തതെല്ലാം ക്ലിയറായി നമുക്ക് ഹിഫ്ള് ഉണ്ടാവണം, മനപ്പാടുണ്ടാവണം. എന്നാലേ അതിൻ്റെ മോഡൽ വരുന്നത് നമുക്ക് എഴുതാൻ പറ്റൂ. 3മത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ 4 ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ അതിൻ്റെ ചോദ്യങ്ങളുണ്ട്. യോജിച്ചവ ചേർത്തി കൊടുത്താൽ മതി. സുലാസി അൽ മുജറദു, സുലാസി മുജറദ് ഏതാണ്? അതിൻ്റെ അസ്ലിയായ അർഫുകൾ 3 മാത്രം വരുന്നത് ഏതാണ്? സുലാസി മുജറദ് പറഞ്ഞാൽ 3 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് സലിമയാണ്. അതിൻ്റെ 3 അടിസ്ഥാനമായ അക്ഷരങ്ങളാണ്. ഇനി സുലാസി മസീദു ഫിഹി, സുലാസിനേക്കാളും 3നേക്കാളും കൂടി വരുന്നത്. അതിൻ്റെ അസ്ലിയായ അർഫുകൾ 3ആണ്, ബാക്കിയുള്ളത് കൂടി വരുന്നത് അത് തക്കദ്ദമയാണ്. പിന്നെ റുബായി മുജറദ്, അതിൻ്റെ അടിസ്ഥാന അക്ഷരങ്ങൾ 4ആണ്. അതേതാണ്? ദഹ്റജയാണ്. അതിൽ 4 അക്ഷരങ്ങളുണ്ട്. ഇനി ആ റുബായി മസീദു ഫിഹി, അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ 4ആണ്, ബാക്കിയുള്ളത് അതിനേക്കാളും കൂടി വന്നതാണ്.
അത് ഇഹ്റഞ്ചമയാണ്. ഇങ്ങനെയാണ് അതിനെ വേർതിരിക്കേണ്ടത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, നെക്തുബുൽ അൽഫാള, താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് അതിൻ്റെ സിയ ഏതാനാണ്, അതിൻ്റെ അൽഫാളുകൾ എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത് ചോദിച്ചിട്ടുള്ളത് മുത്തബഊന എന്നുള്ളത് എന്താണ്. മുത്തബഊന എന്ന് വന്നപ്പോൾ തന്നെ അതിൻ്റെ ആ ശ്ലാഘം വെച്ച് നമുക്ക് മനസ്സിലായി അത് വഹദാനല്ല, മുസന്നയുമല്ല. വഹദാനാകുമ്പോൾ എങ്ങനെ ഉണ്ടാവില്ല, മുസന്നയാകുമ്പോൾ പിന്നെ താനി യാനി അങ്ങനെ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ നീട്ടാണ്ടാവും, ലാ എന്നുകൾ അങ്ങനെ. അതൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് ജം ആണ് എന്നുള്ളത്. അത് ജമ്മ് മുദക്കർ മിൻ ഇസ്മു മഫൂൽ, ഇസ്മു മഫൂലിൻ്റെ ജമ്മ് മുദക്കറാണ്, ആണുങ്ങൾക്കുള്ള ബഹുവചനം. ഹാഫിലാത്തുൻ എന്നുള്ളത് ജം ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെയോ താ ഉള്ളത് കൊണ്ട് മുഅന്നസാണെന്നും മനസ്സിലായി. പിന്നെ ഇസ്മു ഫാഇൽ, കാരണം അത് ഫാഇൽ വസിനിക്കാണ് വന്നിട്ട്, ഹാഫിൽ ഫാഇൽ, അത് ഇസ്മു ഫായിലാണെന്ന് മനസ്സിലായി. മഫ്ഊൽ എന്നൊക്കെ വരികയാണെങ്കിൽ മഫ്ഊലാണ്, ഇസ്മു മഫ്ഊലാണെന്ന് മനസ്സിലാക്കാം. ലാ യഷ്തിമന്ന എന്നുള്ളത് അൽ മുദക്കറാണ്, വാഹിദാണ്, ഏകവചനം. പിന്നെ നഹിയിൽ ഓയിബ്, നഹി ഓയിബാണ്. അൽ മുഅക്കദി ബിൻ നൂനി സഖീല, സഖീലാൻ്റെ നൂന് കൊണ്ട് തേക്കീതാക്കപ്പെട്ട നഹി ഓയിബിൽ നിന്നുള്ള വഹദാൻ മുദക്കറാണ് ലാ യഷ്തിമന്ന എന്നുള്ളത്. നാസിറാനി ഫായിലാണെന്ന് ആദ്യം തന്നെ മനസ്സിലായി വായിച്ചപ്പോൾ തന്നെ. പിന്നെ മുദക്കറാണ്, മുസന്ന രണ്ടാണ്, മിനൽ ഇസ്മു ഫായിൽ. ഇല്ല യക്തുബന, തുബന എന്നുള്ളത് മനസ്സിലായി ജം ആണ് എന്നുള്ളത്, ജമ്മു മുദക്കറാണ്, മിനൽ അംറു ഓയിബാണ്, അൽ മുഅക്കദ് ബിൻ നൂനിൽ ഖഫീഫ. ലിയക്തുബൻ എന്നുള്ളതാട്ടോ. ഖഫീഫാൻ്റെ നൂന് കൊണ്ട് തേക്കീതാക്കപ്പെട്ട അംറ് ഓയിബിൻ്റെ മുദക്കർ ജം ആണ്, ജമ്മു മുദക്കറാണ്. ഇനി അഞ്ചാമത്തത് നുത്തമ്മിമു പൂർത്തിയാക്കാനാണ്. തദ്ഖുലു നൂനു സഖീലത്തി ഫീ കുല്ലി സിയം മിനൽ അംരി വലാ തദ്ഖുലു നൂനുൽ ഖഫീഫത്തി, ഖഫീഫാൻ്റെ നൂന് പ്രവേശിക്കുകയില്ല ഫിൽ മുസന്ന, മുസന്നയിലും, വഫി ജംഇൽ മുഅന്നസി, ജമ്മു മുഅന്നസിലും ഖഫീഫാൻ്റെ നൂന് പ്രവേശിക്കുകയില്ല. രണ്ടാമത്തത് വൻ നഹിയു നൗആനി, നഹി രണ്ട് ഇനമുണ്ട്, നഹി ഹാളിർ, നഹി ഓയിബ്, നഹി ഹാളിറും നഹി ഓയിബും. മൂന്നാമത്തത് ഇസ്മുൽ ഫാഇലി, ഇസ്മു ഫാഇൽ ഹുവ ഇസ്മുൻ, അതൊരു ഇസ്മാകുന്നു, യദുല്ലു അത് അറിയിക്കും, അലാമൻ വഖഅ മിൻഹുൽ ഫീലു, ഫിയൽ ക്രിയ ആരിൽ നിന്നാണോ സംഭവിച്ചത് അവൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മാണ് ഇസ്മു ഫായിൽ. നാലാമത്തത് ഇസ്മുൽ മഫ്ഊൽ, ഇസ്മു മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്മുൻ, അതൊരു നാമമാകുന്നു, യദുല്ലു അലാമൻ വഖഅ അലൈഹിൽ ഫീലു, ഫീൽ ആരുടെ മേലാണോ സംഭവിച്ചത് അവൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മാകുന്നു ഇസ്മു മഫ്ഊൽ. ഇനി നാലാമത്തത് നുസഹിഹുൽ ഖതഅ, തെറ്റ് ശരിയാക്കാനാണ്. നാലല്ല ആറാമത്തത് ലം അക്കൂൽ എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് തെറ്റാണ്, ലം അക്കുൽ എന്നാണ്. റമയത്ത എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്, റമത്ത എന്നതാണ് ശരിയായത്. ലം യക്കൂലൂന എന്നുള്ളത് ലം യക്കൂലൂ എന്നാണ് പറയേണ്ടത്, കാരണം ലം കടക്കുമ്പോൾ കളയും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ 4 ലം യബീന എന്നുള്ളത് ലം യബീന എന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി നുജീബു ഉത്തരം എഴുതാനാണ്. 1 അൽ ഫീലുൽ മുഅത്തല്ലു മാഹുവ, മുഅത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്. മാ കാന അഹദു ഹുറൂഫിൽ അസ്ലിയത്തി അലിഫൻ ഔ വാവൻ ഔ യാഅൻ, ആ ക്രിയയിലെ അസ്ലിയായ അടിസ്ഥാന അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്ന് യാഓ വാവോ അലിഫോ ആയാൽ അതിനെക്കുറിച്ച് മുഅത്തല്ലായ ഫീൽ എന്ന് പറയും. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്ന ഫീൽ. അൻവാഉൽ മഹ്മൂസി മാഹിയ, ഹംസ മഹ്മൂസായ ഫീലുകളുടെ ഇനം ഏതാണ്. അത് മഹ്മൂസുൽ ഫാ ഫീൽ ഹംസയായത്, മഹ്മൂസുൽ ഐൻ ഫീൽ ഹംസയായത്, മഹ്മൂസുൽ ലാം ഫീൽ ഹംസയായത്, ഇങ്ങനെ 3 ഐറ്റം വരുന്നുണ്ട്. മൂന്നാമത്തതല്ല ഇദ്ആമു മാഹുവ, ഇദ്ആം എന്ന് പറഞ്ഞാൽ എന്താണ്. അൻ തുസക്കന ഹറഫുൽ അവ്വലു, ഒന്നാമത്തെ ഹറഫിനെ സുക്കൂൻ ചെയ്യുക, തുദറജ ഫി സാനിയത്തി, എന്നിട്ട് രണ്ടാമത്തിൽ അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുക. നാലാമത്തത് കൈഫ യുബ്ന ഇസ്മുൽ മഫ്ഊലി മിമ്മാ സാദ അലാ സലാസത്തി അഹ്റുഫിൻ, 3 അക്ഷരത്തേക്കാൾ കൂടുതലുള്ളതിൽ നിന്ന് ഇസ്മു മഫ്ഊൽ എങ്ങനെയാണ് എടുക്കുക. ബി വദഇ മീമിൽ മദ്മൂമത്തി മൗലിഹ അറഫൽ മുളാറഅത്തി, മുളാറഅത്തിൻ്റെ അക്ഷരത്തിൻ്റെ സ്ഥാനത്ത് ലമ്മാക്കപ്പെട്ട ഒരു മീമിനെ കൊടുക്കുകയും ഓ ഫതഹി മാ ഖബ്ലൽ ആഖിർ, അവസാനത്തെ മുമ്പുള്ളതിനിക്ക് ഫതഹും ചെയ്യുക. ഈ രൂപത്തിലാണ് 3 എണ്ണത്തിനേക്കാളും കൂടുതലുള്ളതിൻ്റെ ഇസ്മു മഫ്ഊലിനെ എടുക്കുന്നത്.
മറ്റൊരു വർഷത്തെ ചോദ്യപേപ്പർ കൂടെ വായിക്കാം.